ഏസർ സൂപ്പർ GXും എൽക്കട്ടൽ V3 ക്ലാസിക്കും. ഇത് രണ്ടും ഏതാണ്ട് ഒരു സിമിലർ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളാണ്. ഇതിന് ഓഫറിൽ 11,899 ആണ് വന്നത്. ഇതിന് ഓഫറിൽ 8,949 ആണ് വന്നത്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 10,000 ആണ്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 13,000 ആണ്. 3,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഈ രണ്ട് സാധനങ്ങൾ തമ്മിലുണ്ട്. ഇതിൽ രണ്ടിലും യൂസ് ചെയ്തിട്ടുള്ളത് മീഡിയാടെക്കിൻ്റെ 6300 ഡിമെൻസിറ്റി പ്രൊസസ്സറാണ്. 4GB 128 ആണ് ഇതും 4GB 128 ആണ്. ഇതിൽ ക്യാമറ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, ഒരു 2 മെഗാ പിക്സൽ മാക്രോയും 2 മെഗാ പിക്സൽ ഡെപ്തുമാണ്. ഇവിടെ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 0.8 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയാണ്. ഇനി ഇതൊക്കെ ആണെങ്കിലും ക്യാമറ ക്വാളിറ്റി നല്ലത് എൽക്കട്ടലാണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്തിടത്തോളം. പിന്നെ മാത്രമല്ല ഇത് ഈ ഏസറിൻ്റെ ക്യാമറയ്ക്ക് സോഫ്റ്റ്വെയറിനൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ മാത്രമല്ല കുറേ ആൾക്കാർ പറയുന്നുണ്ട് ക്യാമറ ഭയങ്കര സ്ലോ ആണ് എന്നുള്ളത്. ക്യാമറ മാത്രമല്ല ഈ ഫോൺ മൊത്തത്തിൽ സ്ലോ ആണ്. ഇതാണ് അപ്പോൾ ഇതിലേക്ക് കൊടുത്തിട്ട് ഇത് വരുന്നില്ല, ഇതിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നം ഈ ക്യാമറയ്ക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ സ്ക്രീന് പറയുകയാണെങ്കിൽ ഇത് ഏസറിൽ ഫുൾ HD ഉണ്ട്, ഇതിൽ HD ഉള്ളൂ. പക്ഷേ ഈവൻ ദോ ഇത് HD ഉള്ളെങ്കിലും ഈ ഫുൾ HDനേക്കാളും ക്ലാരിറ്റി ഈ HDക്കാണ് കിട്ടുന്നത്. ഇതിനെന്തോ ഒരു പിങ്ക് ടിൻറ്റ്, ഇതിൽ നമ്മൾ എന്ത് ഓപ്പൺ ചെയ്താലും ഒരു തരം പിങ്ക് കളറിലാണ് വരുന്നത്. കണ്ടോ, ഒരു കളറിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ആ പ്രശ്നം ഇവിടെ ഇല്ല. ഇത് എന്താ പറയുക, കളറ് കറക്റ്റാണത്. പിന്നെ സൗണ്ട് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇത് രണ്ടും നല്ല രീതിയിൽ തന്നെ സൗണ്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൗഡ്നെസ് രണ്ടിലും ഒരുപോലെ ഉണ്ട്. എന്നാലും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് അൽക്കട്ടലിൻ്റെ സൗണ്ടാണ് എനിക്ക് തോന്നിയത്. ഇന്റേണൽ സ്റ്റോറേജ് രണ്ടും 128 ആണ്. റാം രണ്ടിലും 4GB ആണ്. രണ്ടിലും നമുക്ക് വെർച്വൽ റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അൽക്കട്ടലിൽ കുറച്ചും കൂടി പിന്നെ ജെമിനി വേർഷൻസ്, മറ്റേ ഫോട്ടോസ് എഡിറ്റിങ്, റേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡിസ്പ്ലേൻ്റെ ടെക്നോളജി ഒക്കെ ഇതിൽ വരുന്നുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആക്കാൻ. പക്ഷേ ഇവിടെ ഇതിലിവിടെ നമുക്കൊരു ഐലൻഡ് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്കോരോ സാധനങ്ങൾ കൊണ്ടുപോയിടാനും മറ്റുള്ളതൊക്കെ പറ്റുന്നുണ്ട്. അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണിനും അതിൻ്റെതായ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രൈസ് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ, ഈവൻ ദോ ഇത് ക്യാമറ നമ്പർ കൊണ്ട് ഇത് കുറവാണെങ്കിലും ഡിസ്പ്ലേ HD ഉള്ളെങ്കിലും അതൊക്കെ ഈ ഏസറിനെ കടത്തി വെട്ടുന്നുണ്ട് ഇത്. പക്ഷേ ഏസറിലുള്ളൊരു ബെനിഫിറ്റ്, ഏസറിൽ നമുക്ക് 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടഡാണ്. ഇതിൻ്റെ കൂടെ 18 വാട്ട്സിൻ്റെ ചാർജർ കൊടുക്കുന്നുണ്ടെങ്കിലും ആ സാധനം ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് 10 വാട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബാറ്ററി ബാക്കപ്പ് ഇത് 5000 mAh, ഇത് 5200 ആണ്. അതുകൊണ്ട് വലിയ ഡിഫറൻസസ് ഒന്നുമില്ല. എന്നാലും പേഴ്സണലി എനിക്ക് ഏതാ ഇഷ്ടം ചോദിച്ചാൽ ഞാൻ പറയും എൽക്കട്ടലാണ് എൻ്റെ ഫേവറേറ്റ്. അത് ഒന്ന് ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീലാണ്. ഇതൊരു സാധാരണ ഒരു വില കുറഞ്ഞ ഫോൺ പോലത്തെ ഒരു ഫീലാണുള്ളത്. നല്ല ക്വാളിറ്റി ഫീലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു ഫീലും കുഴപ്പമില്ലാത്ത ക്യാമറ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ എൽക്കട്ടൽ എടുക്കും.